ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ ബീമ ഗാർഡൻസിൻ്റെ വിശേഷങ്ങളാണ്. മെട്രോ പില്ലർ 380യുടെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് നമ്മളുടെ ഈ ഒരു ഗാർഡൻ നേഴ്സറി. ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ബീമ ഗാർഡൻസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു കാഴ്ച കാണാം. ഈ ഒരു ഗാർഡൻസിൻ്റെ തൊട്ട് മുന്നിലായിട്ട് പട്ടിക്കുട്ടികളെ സെയിലിന് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ്. അതുമാത്രമല്ല, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 2 മണി തൊട്ട് 7 മണി വരെ പല തരത്തിലുള്ള ഡോഗ്സിനെ ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ലില്ലി വർഗത്തിൽപ്പെട്ട കല ലില്ലിയാണ്. വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ്. ഇതിൻ്റെ തന്നെ ഒരുപാട് ഷെയ്ഡ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാനിവിടെ കണ്ടത് ഈ ഒരു റോസ് കളറും അതോടൊപ്പം തന്നെ ഒരു വൈറ്റ് ഷെയ്ഡുള്ള ഒരു ലില്ലിയും കൂടെയാണ് ഇവിടെ കണ്ടത്. ഇതിൽ മീഡിയമായിട്ട് അവർ കൊടുത്തിരിക്കുന്ന പോട്ടിംഗ് മിക്സ് കൂടുതലും ചകിരിച്ചോറിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ ലില്ലി പോലെ തന്നെ കിഴങ്ങ് വച്ചിട്ടാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ഹൈബ്രിഡ് പെറ്റൂനിയ. ഇതിന് 50 റുപ്പീസാണ് വരുന്നത്. ഒരുവിധം നല്ലൊരു പോട്ടിലാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഒരുവിധം മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ അകത്ത് കൂടുതലും ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ളത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പെറ്റൂണിയയുടെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. പിന്നെ എല്ലാവരും പറയുന്ന ഒരു പരാതിയുണ്ട്, പെറ്റൂണിയ വളർത്താൻ വളരെ പ്രയാസമാണ്. നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പെറ്റൂണിയ പ്ലാന്റ്സ് കൂടുതലും ചീത്തയായി പോകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പെറ്റൂണിയ എങ്ങനെ വളർത്തിയെടുക്കണം എന്നതിനെക്കുറിച്ച്. അതിൻ്റെ പോട്ടിംഗ് മിക്സ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ കെയർ എല്ലാം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾക്കത് നോക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ് ഡയാന്തസ്. ഇവിടെ വന്ന് ചെറിയ കവറിനാണെങ്കിൽ 40 റുപ്പീസും അതുപോലെ തന്നെ ഇച്ചിരി കൂടെ വലിയ പോട്ടിലുള്ളതാണെങ്കിൽ 50 റുപ്പീസുമാണ് വരുന്നത്. നിറയെ പൂക്കളുണ്ട്, പല ഷെയ്ഡ്സിൽ ഇപ്പം വരുന്നുണ്ട്. ഡയാന്തസിൻ്റെ കംപ്ലീറ്റ് കെയറിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പൂക്കൾ നിറയെ വിരിയാനായിട്ട് കുറച്ച് ടിപ്സും അതിൽ പറയുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ജെറബറ. നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത്. ഇതിന് ചെറിയ തൈകൾക്കെല്ലാം 100 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള ജെറബറയുണ്ട്. ഇപ്പം അതിന് 150 രൂപ, 150 റുപ്പീസാണ് അതിന് വരുന്നത്. പല ഷെയ്ഡുകളിൽ ജെറബറ പ്ലാന്റ്സ് കാണാം. നല്ല കളർഫുള്ളാണ് ഓരോ പ്ലാന്റ്സിലെയും ഫ്ലവേഴ്സ് കാണാനായിട്ട്. ഇത് നമുക്ക് എൻ്റെ ചട്ടിയിലും അതുപോലെ തന്നെ കവറിലും കിട്ടുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള ജെറബറ പ്ലാന്റ്സ് ആണ്. ഇതാകുമ്പം ഒരുപാട് പൊക്കം വെക്കത്തില്ല, നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും, ഒരുപാട് പൂക്കൾ തരികയും ചെയ്യും. പൂക്കളുള്ള ചെടികളെ കാണാൻ ഒരു ഭംഗി തന്നെയാണ്. അതിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടതിൽ ഒരുപാട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് പെൻറ്റാസിലാണ്. എല്ലാത്തിലും പൂക്കളുണ്ടെങ്കിലും പെൻറ്റാസിലെ പൂക്കൾ ചെറിയ സ്റ്റാർ പോലെയാണ് നിൽക്കുന്നത്. നല്ല വെയിലുള്ള ഭാഗത്ത് ഈ ചെടി വെക്കുവാണെങ്കിൽ ഒരുപാട് പൂക്കൾ തരുന്നത് കാണാം. അതുപോലെ തന്നെ ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പൂക്കൾ ഡെഡ് ഹെഡിങ് ചെയ്യണം, നുള്ളിക്കളയണം. എന്നാൽ മാത്രമേ കൂടുതൽ ശിഖരങ്ങളും പൂക്കളും ഉണ്ടാകത്തുള്ളൂ. അതുപോലെ നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു പ്ലാന്റും കൂടെയാണ്. നല്ല ഭംഗിയാണ്. പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള കളേഴ്സിലുള്ള പെൻറ്റാസ് കാണാനായിട്ട്. ഇതിന് ഇവിടെ ചെറിയ പാക്കറ്റിന് 50 റുപ്പീസും അതുപോലെ തന്നെ വലിയ കവറിന് വലിയ പോട്ടിലായിട്ട് വരുന്നതിന് 100 റുപ്പീസുമാണ് വരുന്നത്.
അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പെൻഡാസ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഒരുവിധം നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് സ്കാർലെറ്റ് സേജ് അല്ലെങ്കിൽ സാൽവിയ സ്പ്ലെൻഡേഴ്സ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സേജ് എന്നറിയപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിൽ നിറയെ പൂക്കളുണ്ടാവും. നല്ല വെയിലുള്ള ഭാഗത്ത്, നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കുവാണെങ്കിൽ. പക്ഷേ സമ്മർ സീസണിൽ നല്ല ഉച്ചയ്ക്ക് ശേഷമുള്ള കഠിനമായിട്ടുള്ള വെയിൽ വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതലും പെട്ടെന്ന് ഇലകളും കരിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ്. നമ്മൾ ഇത് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് മാസത്തിൽ 2 പ്രാവശ്യം മാത്രം നമ്മൾ വളം കൊടുത്താൽ മതി. അധികം ഇതിനെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാലും കൊഴിഞ്ഞു പോകാറാവുമ്പം അതൊന്ന് ഡെഡ് ഹെഡ് ചെയ്യുക. എന്നാൽ മാത്രമേ അത് ഈ പൂക്കൾ നുള്ളിക്കളഞ്ഞാൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടായി വരത്തുള്ളൂ. അപ്പം ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ഗോൾഡൻ പെൻറ്റ. അങ്ങനെ അധികം നേഴ്സറിയിലൊന്നും കാണാത്ത ഒരു പ്ലാന്റാണ്. ഇതിപ്പം യെല്ലോ കളറിലാണുള്ളത്. ഇതിൻ്റെ ഓറഞ്ചും റെഡും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു പ്ലാന്റ് നേഴ്സറിയിൽ വന്നിട്ട് ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ശരിക്കും പൊക്കം വെക്കുന്നതാണ്. നല്ല ഹൈറ്റിൽ പോകുന്നതാണ്. മരം പോലെ വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ്. നിറയെ പൂക്കൾ കൊണ്ട് നിറയുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് തുടങ്ങി ഫെബ്രുവരി മാസം വരെയാണ് ശരിക്കും ഇത് നല്ലപോലെ പൂക്കൾ തരുന്നത്. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ കാണുന്നത് ചൈനീസ് ബാൾസമാണ്. ഇത് 80 റുപ്പീസാണ് വരുന്നത്. ഇതിൽ കുറച്ച് വലുപ്പമുള്ള പ്ലാന്റാണ്. ഇത് പോട്ടിലും അതുപോലെ തന്നെ കവറിലും അവൈലബിൾ ആണ്. നിറയെ പൂക്കൾ തരുന്ന ചൈനീസ് ബോൾസം ഒരെണ്ണമെങ്കിലും നമ്മൾ ഗാർഡനിൽ വെക്കാൻ നോക്കുക. ഇത് ഹൈഡ്രേഞ്ച പ്ലാന്റ്. ഒരുപാട് പേര് നമ്മളടുത്ത് അന്വേഷിച്ച ഒരു പ്ലാന്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഇതിന് സാധാരണ നാടൻ ഹൈഡ്രേഞ്ചയൊക്കെ നല്ല പൊക്കം വെക്കുന്നതിന് 100 റുപ്പീസും അതുപോലെ തന്നെ പൂനെയിൽ നിന്ന് വന്നിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റീസിന് 150 റുപ്പീസുമാണ് വരുന്നത്. കവറിലാണ് ഉള്ളത്. ഇത് വന്ന് വിങ്ക റോസാണ്. വിങ്ക റോസ് പല ഷെയ്ഡിലുള്ളത് ഇവിടെയുണ്ട്. നമ്മൾ നേരത്തെ വിങ്ക റോസിൻ്റെ കെയറിനെ പറ്റിയും അതുപോലെ പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കണം എന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതിൽ ഒരു തൈയിൽ നിന്ന് തന്നെ ഒരുപാട് സ്റ്റെമ്മും അതുപോലെ തന്നെ ഒരുപാട് ബ്രാഞ്ചസും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം. ഇതിൽ തന്നെ ഒരുപാട് ഷെയ്ഡ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് നമ്മൾ സാധാരണ എപ്പോഴും കാണുന്ന ബാൾസമാണ്. ഇതിൽ വന്നിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് കളേഴ്സിൽ തന്നെ ഡബിൾ ഷെയ്ഡിൽ വരുന്നുണ്ട്. ഇത് ഒരുപാട് ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആയിട്ടാണ് നേഴ്സറിയിലുള്ളവർ പറഞ്ഞത്. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ക്രിസാന്തമം അല്ലെങ്കിൽ ജമന്തി എന്നറിയപ്പെടുന്ന എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പം ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത്രയും പ്ലാന്റ്സ് ആണ് കണ്ടത്. പക്ഷേ അവർ പറഞ്ഞത് ഇനിയും ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് തൊട്ടടുത്ത ദിവസം വരാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജമന്തിയുടെ തന്നെ പല ഷെയ്ഡുകൾ ഇനിയും വരാനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്ന് കണ്ട് ഇഷ്ടമുള്ള ചെടികൾ തിരഞ്ഞെടുക്കാം. നമ്മുടെ ഗാർഡനൊക്കെ വളരെ മനോഹരമാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ടൊറേനിയ അല്ലെങ്കിൽ വിഷ് ബോൺ ഫ്ലവർ. ഇത് നമുക്ക് സ്റ്റെം ഉപയോഗിച്ചും അതുപോലെ തന്നെ സീഡ് ഉപയോഗിച്ചും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ കണ്ടത് വയലറ്റ് റോസ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനിലുള്ള പ്ലാന്റ്സാണ് കൂടുതലും ഞാൻ കണ്ടത്. ഈ പോട്ടിലുള്ള പ്ലാന്റിന് 50 റുപ്പീസാണ്. അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റാണ്. ടൊറേനിയ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റാണ് സീനിയ ഇപ്പം മിനിയേച്ചർ ടൈപ്പിലേയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നാടൻ സീനിയ ഉണ്ട്.
മിനിയേച്ചർ ടൈപ്പിലുള്ള സീനിയ ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള ഒരുപാട് പൊക്കം വെക്കാതെ തന്നെ ബുഷിയായിട്ട് ഇപ്പോൾ കാണുന്ന പോലെ നിറയെ പൂക്കളോട് കൂടി കാണാം. ഇതിന് 50 റുപ്പീസാണ് വരുന്നത്. സീസൺ കഴിയുന്നതോടുകൂടി ഇതിൻ്റെ സീഡ്സ് നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു സീസണിലേക്ക് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മഴയൊന്നും ഇല്ലാത്ത ഭാഗത്ത് വെക്കുകയാണെങ്കിൽ കുറേ കൂടെ നാൾ ഇത് ഭംഗിയായിട്ട് നിൽക്കുന്ന കാണാം. ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇവിടെ വൈറ്റ്, റെഡ്, അതുപോലെ റോസ്, അതുപോലെ ഡബിൾ ഷെയ്ഡ് കളേഴ്സൊക്കെ കാണാൻ സാധിക്കും. ഞാനിവിടെ വന്നപ്പം കുറേ പ്ലാന്റ്സ് ഒരാൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ട കുറച്ച് പ്ലാന്റ്സാണിത്. അതുപോലെ തന്നെ നമ്മൾ വാടാമല്ലി പ്ലാന്റ് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇതെവിടെ കിട്ടും എന്നുള്ളത്. വാടാമല്ലി വന്നിട്ട് 50 രൂപയാണ് വരുന്നത്. ഈ കാണുന്നത് കലഞ്ചോ പ്ലാന്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് മുട്ടുകൾ വന്ന് നിൽപ്പുണ്ട്. ഇനിയും ഈ മുട്ടുകളെല്ലാം 2-3 ദിവസത്തിനകം വിരിയും. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ വരാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഇപ്പം പോയി കഴിഞ്ഞാൽ നല്ലപോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് കാണാൻ സാധിക്കും. ഇവിടെ റോസ് പ്ലാന്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതിൽ കാശ്മീരി റോസ് ഉണ്ട്, ക്ലൈംബിംഗ് റോസ് ഉണ്ട്, ബട്ടൺ റോസ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള റോസ് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാത്തിലും നല്ലപോലെ മൊട്ടുകളെല്ലാം വന്നിട്ടുണ്ട്. കാശ്മീരി റോസും ഇനിയും വരാനുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് കാശ്മീരി റോസാണ്. ഇത് ഓർക്കിഡ് റോസിലെല്ലാം തന്നെ ഇപ്പം മൊട്ടുകൾ വന്ന് നിൽക്കുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ അത് നന്നായിട്ട് പൂക്കളുണ്ടാകും. ഓർക്കിഡ് റോസിൽ കൂടുതലും ഫ്ലവേഴ്സാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഒരു കൊലയിൽ തന്നെ ഒരു 10-12 പൂക്കളാണ് ഉണ്ടാകുന്നത്. അതും എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ ക്ലൈംബിംഗ് റോസ് അങ്ങനെ അധികം നഴ്സറിയിൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ക്ലൈംബിംഗ് റോസിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഇവിടെയുണ്ട്. അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ബട്ടൺ റോസുകൾ കാണാൻ സാധിക്കും. ബട്ടൺ റോസ് സാധാരണ നമ്മൾ ബഡ് റോസുകൾ ഉണ്ട്. അത് 30 റുപ്പീസ് തുടങ്ങിയാണ് ബഡ് റോസുകളുള്ളത്. ഈ കാണുന്ന റോസിനെല്ലാം 30 റുപ്പീസാണ് വരുന്നത്. അതുപോലെ തന്നെ കാശ്മീരി റോസ് ആണെങ്കിലും അല്ലെ ഓർക്കിഡ് റോസ് ആണെങ്കിലും ക്ലൈംബിംഗ് റോസ് എല്ലാത്തിൻ്റെയും ചെറിയ കവറിലുമുണ്ട്, അതുപോലെ തന്നെ പോട്ടിലും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കിവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. നമുക്ക് റോസിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് ഒന്ന് നോക്കാം. ബഡ് റോസ് ആണെങ്കിൽ ചെറിയ കവറിലാണെങ്കിൽ 30 റുപ്പീസ് ആണ് വരുന്നത് സ്റ്റാർട്ടിംഗ് റേറ്റ്. അതുപോലെ ബട്ടൺ റോസ് ആണെങ്കിൽ 40 റുപ്പീസിൻ്റെ ഉണ്ട്, 30 ഉണ്ട്. അതുപോലെ നാടൻ റോസ് 50 രൂപയാണ്, 50 റുപ്പീസ്. ക്ലൈംബിംഗ് റോസ് വന്നിട്ട് 150 രൂപ, 150 റുപ്പീസ്. ഓർക്കിഡ് റോസ് വന്നിട്ട് 100 രൂപ. കാശ്മീരി റോസിന് 100 രൂപ. ഇതെല്ലാം പോട്ടിലാണ് കിട്ടുന്നത്. ബഡ് റോസിനും 100 രൂപയാണ് വരുന്നത്. അപ്പം എല്ലാ വെറൈറ്റി പ്ലാന്റ്സിൻ്റെയും ചെറിയ കവറിലും വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്ന ബന്ദിച്ചെടിയാണ്. ഇതിന് 50 രൂപയാണ് വരുന്നത്. ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല ബുഷിയായിട്ട് ഈ ഒരു പോട്ടിനുള്ളിൽ നന്നായിട്ട് വളർന്നു വരും. ലില്ലിയും ആമ്പലും ഒക്കെ ഇവിടെയുണ്ട്. ലില്ലി 350 റുപ്പീസ് തുടങ്ങിയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. പല വെറൈറ്റിയും അതുപോലെ പ്ലാന്റിൻ്റെ സൈസും അനുസരിച്ച് പ്രൈസിന് വ്യത്യാസം വരും. ഇതുകൂടാതെ വേറെ ഒരുപാട് വാട്ടർ പ്ലാന്റ്സും ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ഗോൾഡൻ സൈപ്രസ്. ഗോൾഡൻ സൈപ്രസ് വന്നിട്ട് കവറിലും അതുപോലെ തന്നെ പോട്ടിലും അവൈലബിൾ ആണ്. ഇതിന് 100 രൂപയാണ് വരുന്നത്. ചെറിയ കവറിൽ കിട്ടുന്ന ബൊഗെയിൻവില്ലയ്ക്കെല്ലാം 100 റുപ്പീസാണ് വരുന്നത്. വലിപ്പമുള്ള പോട്ടിന് 350-400 രൂപ. ആ പ്ലാന്റിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റീസിലുള്ള ബൊഗെയിൻവില്ലയുണ്ട്. നാടൻ ചെമ്പരത്തിയും അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള ചെമ്പരത്തിയും കാണാൻ സാധിക്കും. നാടൻ ചെമ്പരത്തിക്കാണെങ്കിൽ 100 രൂപയും ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള ചെമ്പരത്തിക്കാണെങ്കിൽ 150 രൂപ, 150 റുപ്പീസാണ് വരുന്നത്. പല ഷെയ്ഡിലുള്ളതുണ്ട്. പീച്ച്, റെഡ്, അതുപോലെ വൈറ്റ്, റോസ്. ഹൈബ്രിഡിനാവുമ്പോൾ ഒരുപാട് കളർ കോമ്പിനേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. എക്സോറ പ്ലാന്റ്സ് വന്നിട്ട്
ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള ചെറിയ ചട്ടിയിൽ പൊക്കം വെക്കാത്ത രീതിയിൽ നല്ലപോലെ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിന് 300 രൂപയാണ് വരുന്നത്, 300 റുപ്പീസ്. അതുപോലെ തന്നെ ഹൈബ്രിഡ് അല്ലാത്ത നാടൻ എക്സോറ പ്ലാന്റ്സിനെല്ലാം 150 റുപ്പീസാണ് വരുന്നത്. അത് കുറച്ചും കൂടെ പൊക്കവും വെക്കും, ഒരുപാട് ഇലകളും അതുപോലെ സ്റ്റെമ്മൊക്കെ ഒരുപാട് കാണാം, ബ്രാഞ്ചസും ഒക്കെ ആയിട്ട്. ഇതിലങ്ങനെയല്ല, ഇതിൽ വളരെ പൊക്കം വെക്കാതെ തന്നെ ആ ഒരു ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ്. ഈ കാണുന്നതാണ് 150 രൂപ വില വരുന്നത്. ഇതും നമുക്ക് നല്ല കളേഴ്സൊക്കെ ഉണ്ട്, അപ്പം നമുക്കിവിടെ വന്നിട്ട് നോക്കിയെടുക്കാം. ഈ ഒരു പ്ലാന്റിൻ്റെ പേരറിയാവുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് മൂൺ കാക്ടസ്. ഇത് 80 റുപ്പീസ് സ്റ്റാർട്ടിങ്ങിലുണ്ട്. നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ 200, 250 ആ ഒരു റേറ്റിലാണ് വരുന്നത്. കാക്ടസിൻ്റെയും സെക്കുലൻസിൻ്റെയും നല്ലൊരു കളക്ഷൻ ഇവിടെയുണ്ട്. ഒരുപാട് കളേഴ്സിലുള്ള ജെറേനിയം പ്ലാന്റ് ഇവിടെയുണ്ട്. 100 റുപ്പീസിലാണ് വരുന്നത്. പോട്ടിലാണ് ജെറേനിയം പ്ലാന്റ്സ് എല്ലാം തന്നെ ഉള്ളത്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വേണമെങ്കിലും ഇടാൻ പാകത്തിനുള്ള പ്ലാന്റാണ്. വളരെ മനോഹരമാണ് ഇത് കാണാൻ. അതുപോലെ തന്നെ ബിഗോണിയ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇതിന് 100 റുപ്പീസാണ് വരുന്നത്. ഒരു അത്യാവശ്യം മീഡിയം സൈസിൽ ഒരു പോട്ടിലാണ് വന്നിരിക്കുന്നത്. 2-3 സ്റ്റെമ്മായിരിക്കും ഉണ്ടാവുക. ഭീമ ഗാർഡൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും, നമുക്ക് അതിൻ്റെ വിലയും അല്ലെങ്കിൽ നമ്മളുടെ സർവീസും എല്ലാം ചെയ്യുന്നത് അഷ്റഫ് ഏട്ടനും ഹാഷിമുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ നഴ്സറി മാനേജ് ചെയ്യുന്നത്. ഞാൻ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഒരു പ്ലാന്റ് നഴ്സറി വരുന്നത് എറണാകുളം എടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ മെട്രോ പില്ലർ 380യുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത തവണ കാണാം. അതുവരേക്കും ബൈ ബൈ.